നമുക്ക് ഇനി പാറ്റേൺ ഉപയോഗിച്ചിട്ട് തുണിയിൽ എങ്ങനെ മാർക്ക് ചെയ്യുന്നത് നോക്കാം. ഇത് നമുക്ക് ബാക്ക് ഓപ്പൺ ആണ് വരുന്നത്. ബാക്ക് ഓപ്പൺ വരുമ്പം നമ്മൾ ഈ കരപ്പീസ് ഒരു സൈഡ് ഉണ്ടല്ലോ, ഈ കരപ്പീസ് വരുന്ന സൈഡിലാണ് ബാക്ക് വെച്ച് കട്ട് ചെയ്യുന്നത്. കാരണം ബാക്ക് ഓപ്പൺ വരുന്നതുകൊണ്ട്. സൈഡ് ഓപ്പൺ വല്ലതാണെങ്കിൽ നമുക്ക് ഈ ഫോൾഡ് ചെയ്തിട്ടുള്ള പോർഷനിൽ വെച്ചിട്ട് വേണം സൈഡ് ഓപ്പൺ കട്ട് ചെയ്യാൻ. സൈഡ് ഓപ്പൺ എന്ന് പറയുമ്പോൾ നമുക്ക് ബാക്ക് ഓപ്പൺ വരുന്നില്ല, സൈഡിലേ ഓപ്പൺ വരുന്നത്. അതായത് നമുക്കിത് കറക്റ്റായിട്ട് ഈ ഫോൾഡ് വരുന്ന ഭാഗത്ത് കറക്റ്റായിട്ട് വെച്ചിട്ട് അങ്ങ് മാർക്ക് ചെയ്തെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളൂ. നമുക്ക് ഫ്രണ്ട് ഓപ്പൺ ഈ ബോട്ട് നെക്കിന് കൊടുക്കാതിരിക്കുന്നത് നല്ലത്. അതുപോലെ ബാൻഡും വരുന്നില്ല, അതിന് ഫിനിഷിങ് കുറവായിരിക്കും ഫ്രണ്ട് ഓപ്പൺ വരുന്നത്. അതിന് എപ്പോഴും നമ്മൾ ബാക്ക് ഓപ്പൺ തന്നെ ചെയ്യുക, അല്ലെങ്കിൽ സൈഡ് ഓപ്പൺ, സൈഡ് സിബ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അത് എങ്ങനെയാണ് നമുക്ക് തുണിയിൽ മാർക്ക് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞില്ലായിരുന്നു തയ്യൽ തുമ്പ് നമ്മൾ തുണിയിലാണ് ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ, അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ കരപ്പീസ് നമുക്ക് വേണ്ട, ഈ കരപ്പീസ് നമുക്കങ്ങ് മാറ്റണം. കാരണം ഈ കരപ്പീസ് ഉണ്ടെങ്കിൽ കട്ടിയാണിത്, കാരണം തയ്ച്ച് കഴിയുമ്പോൾ ചുളുക്കുണ്ടാവും. അങ്ങനെ കരപ്പീസ് നമുക്കങ്ങ് മാർക്ക് ചെയ്ത് മാറ്റാം. പിന്നെ നമുക്ക് തയ്യൽ തുമ്പ് വേണം, ബാക്ക് ഓപ്പൺ ആണല്ലോ, കാരണം ബാക്കിൽ തയ്യൽ തുമ്പ് വേണം. അതിന് വേണ്ടിയിട്ട് 4 ഇഞ്ച് ഒരു പോയിന്റ് നമ്മളൊരു ലൈൻ കൂടെ വരയ്ക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ പാറ്റേൺ വെച്ചിട്ട് ഇത് മാർക്ക് ചെയ്തെടുക്കാം. ഈ പാറ്റേൺ കറക്റ്റായിട്ട് ഈ തയ്യൽ തുമ്പ് നമുക്ക് വേണം. തയ്യൽ തുമ്പിൻ്റെ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അവിടെ കറക്റ്റായിട്ട് ഈ പാറ്റേൺ വെക്കുക. വെച്ചിട്ട് ഇത് കറക്റ്റ് ഇതങ്ങ് മാർക്ക് ചെയ്തെടുക്കുക. അതിനുശേഷമാണ് തയ്യൽ തുമ്പ് ആഡ് ചെയ്യുന്നത്. ഞാനത് കാണിച്ചു തരാം. ആദ്യം നമുക്ക് കറക്റ്റായിട്ട് ഇത് വരച്ചെടുക്കാം. കണ്ടോ കണ്ടോ, ഈ ടക്കിൻ്റെ പോർഷനെല്ലാം കറക്റ്റായിട്ട് തന്നെ വരയ്ക്കാം. ആം ഹോള്, കണ്ടോ, ഷോൾഡർ, കണ്ടോ, നമ്മൾ കറക്റ്റായിട്ട് വരച്ചെടുത്തു. ഇനി നമുക്കിതങ്ങ് മാറ്റാം. കണ്ടോ, ഇനിയാണ് നമ്മൾ തയ്യൽ തുമ്പ് ആഡ് ചെയ്യേണ്ടത്. തയ്യൽ തുമ്പ് എല്ലായിടത്തും 4 ഇഞ്ച് ഒരു പോയിന്റാണ് തയ്യൽ തുമ്പ് ആഡ് ചെയ്യേണ്ടത്. അത് നമ്മളങ്ങ് വരച്ചാൽ മതി. 4 ഇഞ്ച് ഒരു പോയിന്റും തയ്യൽ തുമ്പ് എല്ലായിടത്തും ഒരുപോലെ തന്നെ വേണം തയ്യൽ തുമ്പ് ആഡ് ചെയ്യാനെ കൊണ്ട്. എല്ലാ ഭാഗത്തും നമുക്ക് തയ്യൽ തുമ്പ് വേണം. ഇവിടെ തയ്യൽ തുമ്പ്, നമുക്ക് സൈഡിൽ ഒരു 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടാൽ മതി. സൈഡ് പോർഷനിൽ വെള്ളം കൂട്ടുകയോ കുറയ്ക്കുകയോ എല്ലാം ചെയ്യാനെ കൊണ്ട് 1.5 ഇഞ്ചിൽ കൂടുതൽ കൊടുക്കരുത് കേട്ടോ. ഒരുപാട് വീതി ആയിക്കഴിഞ്ഞാലും പ്രശ്നമാണ്. അത് നമ്മൾ 4 ഇഞ്ച് ഔട്ട്ലൈൻ ഇത് ഇങ്ങോട്ട് വരയ്ക്കാം കേട്ടോ. ഞാനത് മൊത്തത്തിൽ വരച്ചില്ലെന്നേ ഉള്ളൂ. കണ്ടോ, അതുപോലെ ഇവിടുന്ന് കണ്ടോ, ഒരേ വീതി ആയിരിക്കണം. 4 ഇഞ്ച് ഒരു പോയിന്റാണ് തയ്യൽ തുമ്പ് വേണ്ടത്. എല്ലായിടത്തും ഒരേ വീതി ആയിരിക്കണം. ഇനി നമ്മളിത് കട്ട് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ തുണിയിൽ മാർക്ക് ചെയ്യുന്നത്. നമ്മൾ ഈ പാറ്റേൺ എടുക്കുന്ന അത്രയും സമയമേ ഉള്ളൂ നമുക്ക് ആവുന്നത്. തുണിയെ മാർക്ക് ചെയ്യാൻ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മാർക്ക് ചെയ്തെടുക്കാം. നമുക്കിത് കട്ട് ചെയ്യാം. ഒരേ വീതിയിലായിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇനി നമുക്ക് ഇതെല്ലാം കറക്റ്റായിട്ട് മാർക്ക് ചെയ്യണം. നമുക്ക് ഈ ടക്ക് വരുന്ന പോർഷൻ കറക്റ്റായിട്ട് ആ പോയിന്റ് കുത്തിയെടുക്കുക സൂചിയും വെച്ച്. എന്നിട്ട് നമുക്ക് അപ്പുറത്തും ഈ മാറിങ് എല്ലാം കറക്റ്റായിട്ട് തന്നെ ചെയ്യണം. കാരണം നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോഴേ പിന്നെ നമുക്ക് വീണ്ടും ടേപ്പ് എടുത്ത് വെച്ച് അളന്ന് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ലൈനെ കൂടെ തന്നെ കറക്റ്റായിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്താൽ മതി. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോഴേ മാർക്ക് ചെയ്യുന്നത്. അതുപോലെ ടക്കൊക്കെ 2 സൈഡിലേ നമുക്ക് മാർക്ക് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോയിന്റ് പോലും വ്യത്യാസം വരാതെ നമുക്ക് പിടിക്കാൻ പറ്റും. കണ്ടോ, അതിന് ബാക്ക് പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുത്ത് ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ, ഇവിടെ നിന്നാണ് നമ്മൾ ബാക്ക് എടുത്തത്. ഫ്രണ്ട് എടുക്കാനും കൊണ്ട് തിരിച്ചിടുക. കാരണം ഫ്രണ്ട് ക്ലോസ് ആയിട്ട് വരണമല്ലോ, അത് ഫോൾഡ് ചെയ്ത ഭാഗം ഇടുന്നത്. ബാക്കാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. ഫ്രണ്ട് നമുക്കെടുത്ത് കറക്റ്റായിട്ട് വെക്കാം. അതിനുശേഷം നമുക്ക് മാർക്ക് ചെയ്യാം. ഇതേ കൂടെ അങ്ങ് വരച്ചാൽ മതി.
കണ്ടോ, ഇവിടെ ടക്ക് വരുന്ന പോർഷനാണ്. ഇതിലൂടെ എന്നിട്ട് ഇതങ്ങ് മാറ്റാം. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ തയ്യൽ തുമ്പ് ഇതിനകത്ത് മാർക്ക് ചെയ്യണം. കണ്ടോ, കണ്ടോ, ഈ ടക്കിൻ്റെ ഇതുകൂടെ നമുക്ക് വരയ്ക്കാം. കണ്ടോ, ഇത് ഞാൻ ഫുള്ളായിട്ട് മാർക്ക് ചെയ്തില്ലെന്നേ ഉള്ളൂ. ഇത് കറക്റ്റായിട്ട് നിങ്ങൾ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കണം മൊത്തം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, അതുകൊണ്ടാണ് ഈ തയ്യൽ തുമ്പ് നമ്മൾ പാറ്റേണിനകത്ത് ആഡ് ചെയ്യത്തില്ല, തുണിയിൽ ആഡ് ചെയ്യുന്നതെന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, കണ്ടോ, ഫ്രണ്ട് മാർക്ക് ചെയ്തെടുത്തേ. ഇനി നമുക്ക് ഈ ടക്ക് പോയിന്റ് കുത്തി അപ്പുറത്തും കറക്റ്റായിട്ട് തന്നെ മാർക്ക് ചെയ്യണം. എന്നിട്ട് ഇത് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് പ്രിൻസസ് കട്ടിൻ്റെ ഭാഗം ഇത് നേരെ തന്നെ വെക്കണം കേട്ടോ. അടിയിൽ ബാൻഡ് വരുന്നത് കൊണ്ട് ഇത് ക്രോസ് ഒന്നും വെക്കരുത്, നേരെ തന്നെ വെച്ച് മാർക്ക് ചെയ്തെടുക്കണം. ബാൻഡ് വരുന്നതാണ്, ക്രോസ് വെച്ച് കഴിഞ്ഞാൽ ബാൻഡ് വരുന്നതുകൊണ്ട് ഇവിടെ പൊളച്ചിലുണ്ടാവും. അത് നേരെ തന്നെ വെച്ചിട്ട് വേണം മാർക്ക് ചെയ്തെടുക്കാൻ. ഇതും കറക്റ്റായിട്ട് വെക്കുക. കണ്ടോ, കറക്റ്റായിട്ട് വരച്ചു. ഇനി നമുക്ക് മാറ്റാം. ഇതിന് നമുക്ക് തയ്യൽ തുമ്പ് ആഡ് ചെയ്യണം. എല്ലായിടത്തും തയ്യൽ തുമ്പ് ആഡ് ചെയ്യണം. നമുക്ക് സൈഡിൽ എത്രയാണ് കൊടുത്തത്? 1.25 കൊടുത്തത്. വേറെ 1.25 ഇഞ്ച് തന്നെ ഈ സൈഡ് പോർഷൻ നമുക്ക് ആഡ് ചെയ്യണം. ലൂസ് കൂട്ട് കുറയ്ക്കുക വല്ല ചെയ്യാനെ കൊണ്ട്. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. തയ്യൽ തുമ്പ് ആഡ് ചെയ്യുമ്പം ശ്രദ്ധിച്ചോണം, കട്ട് ചെയ്യുന്ന സമയത്ത് എല്ലായിടത്തും ഒരേ വീതി തന്നെ ആയിരിക്കണം. കണ്ടോ, എന്നിട്ട് ഈ മാർക്കെല്ലാം നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് സ്ലീവ് വേണം, പിന്നെ പടി വേണം. സ്ലീവ് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റുമോ നോക്കാം. സ്ലീവ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. കണ്ടോ, കറക്റ്റായിട്ട് തന്നെ വെക്കുക. അതിനുശേഷം നമുക്കിത് മാർക്ക് ചെയ്യണം. കണ്ടോ, സെൻറ്റർ പോർഷൻ മാർക്ക് ചെയ്യുക. ഇത് നമുക്ക് ഫ്രണ്ടെന്നറിയാൻ വേണ്ടി ആ മാർക്ക് കൊണ്ട് കറക്റ്റായിട്ട് ചെയ്യുക. അതിനുശേഷം ഇതെല്ലാം കറക്റ്റായിട്ട് തന്നെ വരച്ചെടുക്കാം. ഓക്കെ, ഇനി ഇതങ്ങോട്ട് മാറ്റാം. എന്നിട്ട് ഇനി തയ്യൽ തുമ്പ് നമുക്ക് അടയാളപ്പെടുത്തണം. തയ്യൽ തുമ്പ് നമുക്കിത് എമ്മിങ് ചെയ്യാനാണെങ്കിൽ 1 ഇഞ്ച് വീതി എടുക്കണം. അതല്ല ലൈനിങ്ങിൽ അടിച്ച് മറിക്കാനാണെങ്കിൽ 1/4 ഇഞ്ച് ഒരു പോയിന്റ് എടുത്താൽ മതി. ഇത് നമുക്ക് നോർമൽ ബ്ലൗസ് അല്ലേ, അന്നേരം എമ്മിങ് ചെയ്യാനെ കൊണ്ട് 1 ഇഞ്ച് വീതിയിലാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് സൈഡിൽ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ എല്ലാം തയ്യൽ തുമ്പ് കൊടുക്കണം കേട്ടോ. ഞാൻ ഇവിടോട്ട് വരച്ചിട്ടില്ലെന്നേ ഉള്ളൂ, അത് ശ്രദ്ധിച്ചോണം. ഓക്കെ, സെൻറ്റർ നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്യാം. ഫ്രണ്ട് എന്നറിയാൻ വേണ്ടി ഇവിടെ ഒരു മാർക്ക് ചെയ്യാം. പിന്നെ ഇത് മടക്കാനുള്ളത്, എമ്മിങ് ചെയ്യാനുള്ള പോർഷൻ. ഇത്രേ ഉള്ളൂ, നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് ബാൻഡ്, ഫ്രണ്ട് പടി വേണ്ടേ? ഫ്രണ്ട് പടി നമുക്ക് അത് ഈ ഫോൾഡ് ചെയ്ത പോർഷനിൽ നിന്ന് എടുക്കണം കേട്ടോ. കാരണം ഇത് ഫ്രണ്ട് ഓപ്പൺ അല്ല, ബാക്ക് ഓപ്പൺ ആണ്. അന്നേരം ഈ പടിയുടെ അവിടെ കട്ട് ചെയ്യാൻ പാടില്ല. പിന്നെ അതുപോലെ ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും നമുക്കറിയാമല്ലോ. എൻ്റെ ഫ്രണ്ട് അറിയാൻ വേണ്ടി നമ്മൾ ചെറുതായിട്ടും ചരിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. അത് കറക്റ്റ് ഇങ്ങനെ ഇത് നേരെ വെക്കണം കേട്ടോ.
ഇത് ഫോൾഡ് ചെയ്യുന്ന പോർഷൻ നേരെ വെക്കാം. എന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാം. കണ്ടോ വളവ് വന്നുണ്ടോ? ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടണം. ഇനി നമുക്കിൻ്റെ തയ്യൽ തുമ്പ് ആഡ് ചെയ്യണം. തയ്യൽ തുമ്പ് ഇവിടെ വരും, ഇവിടെ വരും. നമുക്ക് സൈഡിൽ എത്രയായിരുന്നു? 1.25 ഇഞ്ചല്ലേ കൊടുത്തേ, 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് ഇവിടെ. അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇത്രയാണ് വരുന്നത്. അത് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഫ്രണ്ടും ബാക്കും സ്ലീവും പടിയെല്ലാം കട്ട് ചെയ്തെടുത്തു. അത് ഇങ്ങനെയാണ് പാറ്റേൺ വെച്ചിട്ട് കട്ട് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നുള്ളതേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത ക്ലാസ് വരുന്നത് നമ്മൾ ബോഡി മെഷർമെൻറ്റ് തന്നെ ഉപയോഗിച്ചിട്ട് ഒരു പ്രിൻസസ് കട്ട് നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതാണ്. അതിനകത്ത് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ.